നമസ്കാരം. ഒരൊറ്റ ദിവസം കൊണ്ട് 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാകുന്നു. പകരം ഒരൊറ്റ രാജ്യം ജനിക്കുന്നു. കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പിറവിയുടെ കഥ. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നൂറുകണക്കിന് കഷ്ണങ്ങളായി ചിതറിക്കിടന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ നയതന്ത്രവും ഉരുക്കുമുഷ്ടിയും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരൊറ്റ ഇന്ത്യയാക്കി മാറ്റിയത്? നമുക്ക് ആ വിശ്വസനീയമായ കഥയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ആ വലിയ വെല്ലുവിളി എന്തായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇതിന് പരിഹാരം കണ്ടെത്തിയ ആ മാസ്റ്റർ പ്ലാൻ, പട്ടേൽ മെനോൻ തന്ത്രം, അതിലേക്ക് വരും. അതിനുശേഷം ജുനഗഡ്, ഹൈദരാബാദ്, കശ്മീർ, ഈ 3 നാടകീയമായ സംയോജനങ്ങളുടെ കഥ നമ്മൾ കേൾക്കും. ഒടുവിൽ ഇതെല്ലാം ചേർന്ന് ഒരൊറ്റ ഇന്ത്യ എങ്ങനെയാണ് പിറന്നതെന്നും നമുക്ക് കാണാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവരിവിടെ ബാക്കി വെച്ചത് ഒരു രാജ്യമല്ല, മറിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. എന്താണ് ഇന്ത്യ? അതിന്റെ അതിരുകൾ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായിരുന്നു. അതായത് 1947 സത്യത്തിൽ ഒരിന്ത്യയല്ല, 2 ഇന്ത്യകളാണുണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മദ്രാസ്, ബോംബെ, ബംഗാൾ പോലെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യ. പിന്നെ ഇന്ത്യൻ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിൽ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ. ഈ 2 ഇന്ത്യകളെയും ഒരുമിപ്പിക്കുക, അതായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണം. 565. ഇതൊരു ചെറിയ സംഖ്യയല്ല. ചിതറിക്കിടന്ന 565 കഷ്ണങ്ങൾ. ഒരു വശത്ത് ഹൈദരാബാദ് പോലെ ഫ്രാൻസിനോളം വലിപ്പമുള്ള രാജ്യങ്ങൾ, മറുവശത്ത് ഏതാനും ഗ്രാമങ്ങൾ മാത്രമുള്ള, ഭൂപടത്തിലൊരു കുത്തായി മാത്രം കാണിക്കാൻ കഴിയുന്ന കൊച്ചു രാജ്യങ്ങൾ. ഓരോന്നിനും സ്വന്തമായി രാജാവ്, പതാക, നിയമങ്ങൾ. ഇതൊരു രാജ്യമായിരുന്നില്ല, രാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഈ 565 രാജാക്കന്മാർക്ക് മുന്നിൽ 3 വഴികളാണ് തുറന്നുകൊടുത്തത്. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു സ്വതന്ത്ര രാജ്യമായി ഒറ്റയ്ക്ക് നിൽക്കാം. ഇതിലെ ആ അവസാനത്തെ സാധ്യതയില്ലേ, അതായിരുന്നു ഇന്ത്യയുടെ നെഞ്ചിൽ തറയ്ക്കാൻ പോയ ആണി. കാരണം അത് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒന്നായിരിക്കില്ല, 100 കണക്കിന് കഷ്ണങ്ങളായി ചിതറിപ്പോയേനെ. അപ്പോൾ ഇങ്ങനെ ചിതറിത്തെറിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നൊരു രാജ്യത്തെ ഒരുമിപ്പിക്കുക എന്ന ആ ഭഗീരഥ പ്രയത്നം ആരാണ് ഏറ്റെടുത്തത്? അവിടെയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ 2 വ്യക്തികൾ കടന്നുവരുന്നത്. ഇവരായിരുന്നു ആധുനിക ഇന്ത്യയുടെ ശില്പികൾ. ഒരാൾ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, മറ്റൊരാൾ ആ വകുപ്പിന്റെ തലച്ചോറായി പ്രവർത്തിച്ച നമ്മുടെ സ്വന്തം മലയാളി വി.പി. മേനോൻ. ഒരാൾ ഉരുക്കിന്റെ ഇച്ഛാശക്തി, മറ്റൊരാൾ ആ ഇച്ഛാശക്തിക്ക് വേണ്ട നയതന്ത്രപരമായ വഴികളൊരുക്കിയ പ്രതിഭ. ഈ കൂട്ടുകെട്ടാണ് അസാധ്യമെന്ന് തോന്നിയ ആ ദൗത്യം സാധ്യമാക്കിയത്. ഇതായിരുന്നു അവരുടെ കയ്യിലെ ബ്രഹ്മാസ്ത്രം, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സിഷൻ അഥവാ ലയന ഉടമ്പടി. 100 കണക്കിന് പ്രശ്നങ്ങൾക്കൊരൊറ്റ പരിഹാരം. ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി അതിന്റെ ലാളിത്യമായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം രാജാക്കന്മാരോട് പറഞ്ഞത് വളരെ സിമ്പിളായൊരു കാര്യമാണ്: നിങ്ങളുടെ ആഭ്യന്തര അധികാരങ്ങളൊന്നും നഷ്ടപ്പെടില്ല. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ തന്നെയായിരിക്കും രാജാവ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് വെറും 3 കാര്യങ്ങളുടെ നിയന്ത്രണം മാത്രം ഇന്ത്യൻ യൂണിയന് വിട്ടുതരിക: പ്രതിരോധം, വിദേശകാര്യം, പിന്നെ വാർത്താവിനിമയം. ഇത് കേട്ടപ്പോൾ പല രാജാക്കന്മാർക്കും ഇതൊരു നല്ല ഡീലായി തോന്നി. ഈ ഡീലിന്റെ കൂടെ ഒരു മധുരം കൂടി ഉണ്ടായിരുന്നു. ഒപ്പുവയ്ക്കുന്ന രാജാക്കന്മാർക്ക് അവരുടെ പദവികൾ നിലനിർത്താം. അതിനൊപ്പം പ്രിവി പേഴ്സ് എന്ന പേരിൽ സർക്കാർ ഒരു വലിയ തുക പെൻഷനായി നൽകുമെന്നും ഉറപ്പു നൽകി. ഇതിനൊപ്പം അവസാനത്തെ വൈസ്രോയിയായിരുന്ന മൗണ്ട് ബാറ്റന്റെ നയപരമായ സമ്മർദ്ദം കൂടി വന്നപ്പോൾ 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ ബഹുഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ചേർന്നു. പക്ഷേ കഥ അത്ര എളുപ്പമായിരുന്നില്ല. എല്ലാവരും ഈ ഡീലിന് തയ്യാറായില്ല. ഇന്ത്യയുടെ ഐക്യം എത്രത്തോളം ശക്തമാണെന്ന് പരീക്ഷിച്ച ആദ്യത്തെ 2 വലിയ തലവേദനകളായിരുന്നു ജുനാഗഡും ഹൈദരാബാദും. ജുനഗഡിലെ അവസ്ഥ നോക്കൂ. അതൊരു ടൈം ബോംബ് പോലെയായിരുന്നു. ഭരണാധികാരി ഒരു മുസ്ലിം നവാബ്, പക്ഷേ ജനസംഖ്യയിലെ 80% ഹിന്ദുക്കൾ. ജനങ്ങളുടെ അഭിപ്രായത്തെ പുല്ലുവില കൽപ്പിച്ച് പാകിസ്ഥാനിൽ ചേരാനായിരുന്നു നവാബിന്റെ തീരുമാനം. ഇതോടെ ജുനഗഡ് ഒരു സംഘർഷഭൂമിയായി മാറി. പക്ഷേ ജനങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ശ്യാമൽദാസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ പ്രതിഷേധമുയർന്നു. അവസാനം ജനരോഷം താങ്ങാനാവാതെ നവാബ് പാകിസ്ഥാനിലേക്ക് ഒളിച്ചോടി. അതോടെ ഇന്ത്യ അവിടെ ഒരു ഹിതപരിശോധന നടത്തി. അതായത് ആർക്കൊപ്പം ചേരണമെന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിച്ചു. ഫലം എന്തായിരുന്നുവെന്നറിയാമോ? 91% ആളുകളും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ജനഹിതം അവിടെ വിജയിച്ചു. ജുനഗഡ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ത്യയുടെ ഹൃദയത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാൻ ശ്രമിച്ച ഹൈദരാബാദായിരുന്നു യഥാർത്ഥ വെല്ലുവിളി. ഇന്ത്യയുടെ വടക്കും തെക്കും തമ്മിൽ വിഭജിക്കുന്ന ഒരു മുള്ളുപോലെയായിരുന്നു ഹൈദരാബാദിന്റെ സ്ഥാനം.
ഇവിടുത്തെ നിസാം ഇന്ത്യയിലുമില്ല, പാകിസ്ഥാനിലുമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന നിലപാടിലായിരുന്നു. നിസാമിന്റെ ഈ സ്വപ്നത്തിന് കാവൽ നിൽക്കാൻ റസാഖർമാർ എന്നൊരു സ്വകാര്യ സൈന്യം തന്നെയുണ്ടായിരുന്നു. കാസിം റിസ്വിയുടെ നേതൃത്വത്തിൽ ഇവർ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച ജനങ്ങളെ ഭീകരമായി അടിച്ചമർത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതോടെ ഹൈദരാബാദിലെ സ്ഥിതിഗതികൾ വഷളായി. തുടക്കത്തിൽ സമാധാന ചർച്ചകൾ നടന്നു. 1947 നവംബറിൽ 1 വർഷത്തേക്ക് തൽസ്ഥിതി തുടരാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചു. പക്ഷേ അതിന്റെ മറവിൽ നിസാം പാകിസ്ഥാനിൽ നിന്ന് രഹസ്യമായി ആയുധങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ പട്ടേലിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 1947 സെപ്റ്റംബറിൽ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി തുടങ്ങി. വെറും 5 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ നമ്മൾ എത്തുകയാണ് ഈ സംയോജനത്തിലെ ഏറ്റവും സങ്കീർണമായ, ഇന്നും ചർച്ചകൾ തുടരുന്ന ആ അധ്യായത്തിലേക്ക്, കശ്മീർ. ഇവിടെ കാര്യങ്ങൾ തലകീഴായിരുന്നു. ഹൈദരാബാദിന്റെ ഒരു മിറർ ഇമേജ് എന്ന് പറയാം. ഹൈദരാബാദിൽ മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു ഭൂരിപക്ഷവുമായിരുന്നെങ്കിൽ കശ്മീരിൽ ഹിന്ദു രാജാവും മുസ്ലിം ഭൂരിപക്ഷ ജനതയുമായിരുന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ സെൻസിറ്റീവാക്കി. രാജാവ് ഹരിസിംഗിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. കശ്മീരിനെ ഏഷ്യയുടെ സ്വിറ്റ്സർലൻഡാക്കി ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുക. പക്ഷേ ആ സ്വപ്നം ഒരു പേടിസ്വപ്നമായി മാറാൻ അധികം സമയം വേണ്ടിവന്നില്ല. 1947 ഒക്ടോബറിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ ആയുധധാരികളായ ഗോത്രവർഗക്കാർ കശ്മീരിലേക്ക് ഇരച്ചുകയറി. ശ്രീനഗർ ഏതു നിമിഷവും വീഴുമെന്ന അവസ്ഥയിൽ നിസ്സഹായനായ രാജാവ് ഇന്ത്യയോട് സൈനിക സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ഇന്ത്യയുടെ മറുപടി വ്യക്തമായിരുന്നു. സൈന്യത്തെ അയക്കണമെങ്കിൽ കാശ്മീർ നിയമപരമായി ഇന്ത്യയുടെ ഭാഗമാകണം. മറ്റു വഴികളൊന്നും മുന്നിലില്ലാതെ 1947 ഒക്ടോബർ 26 ഹരിസിംഗ് ലയന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഏറ്റവും നിർണായകമായ കാര്യം, രാജാവിന്റെ ഈ തീരുമാനത്തെ കാശ്മീരിലെ ഏറ്റവും ജനകീയനായ നേതാവ് ഷെയ്ഖ് അബ്ദുള്ളയും പിന്തുണച്ചു എന്നതാണ്. ഇതോടെ ആ ലയനത്തിന് നിയമസാധുത മാത്രമല്ല, ജനകീയ അംഗീകാരവും ലഭിച്ചു. അങ്ങനെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി. അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു കടൽ തന്നെ നീന്തിക്കടന്ന് ചിതറിപ്പോകുമായിരുന്ന ഒരു ഭൂപ്രദേശം ഒന്നായി മാറി. അതായിരുന്നു ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ പിറവി. സർദാർ പട്ടേലിന്റെ ഉറച്ച തീരുമാനങ്ങളും വി.പി. മേനോന്റെ സൂക്ഷ്മമായ നയതന്ത്രവുമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭൂപടം തന്നെ ഇന്ന് മറ്റൊന്നായനെ. കീറി മുറിക്കപ്പെട്ട ഒരു ഭൂപടത്തെ ഒരൊറ്റ ഐക്യരാഷ്ട്രമാക്കി മാറ്റിയത് അവരുടെ ആ ദീർഘവീക്ഷണമാണ്. അപ്പോ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാം? 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കിയ ആ നിശ്ചയദാർഢ്യവും നയതന്ത്രവും ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സഹായിക്കുമോ? ഇത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നന്ദി.